താമരക്കുമ്പിലല്ലോ മമ ഹൃദയം. സ്വപ്നം കാണാനും പ്രണയിക്കാനും പാടും പച്ച പാവാടയിട്ടപ്പോ. ഇനി മാസ്റ്റർ പ്രണയഗാനത്തിന്റെ പ്രത്യേകതയിൽ ഒരു പാട്ടിനെ കുറിച്ച് പറയാം. ഞാൻ അതിൽ താതാ നിൻ സംഗീത മധുപകരു. ഭാസ്കരൻ മാസ്റ്റർ മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് മലയാളിത്തം നൽകിയ ഗാനരചയിതാവ്, സംവിധായകൻ, നടൻ തുടങ്ങി വിശേഷണങ്ങളേറെയാണ് ശ്രീ വി ഭാസ്കരന്. ആ ബഹുമുഖ പ്രതിഭയുടെ 100ാം ജന്മവാർഷികം മലയാളികൾ ആഘോഷിക്കുകയാണ് ഈ വർഷം. അദ്ദേഹത്തിന്റെ രചനകളുടെ ആഴങ്ങൾ തേടി ഒരു യാത്ര. സുപ്രസിദ്ധ ചലച്ചിത്ര ഗാനനിരൂപകനും എഴുത്തുകാരനും സ്റ്റേജ് ആർട്ടിസ്റ്റുമായ ശ്രീ പി ജയകൃഷ്ണൻ നമ്മോട് സംസാരിക്കുന്നു. പി ഭാസ്കരന്റെ 100ാം ജന്മദിനമാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ 21 കടന്നുപോയത്. ഈ ഒരു വർഷം മുഴുവൻ ഭാസ്കരൻ മാസ്റ്റർ അനുസ്മരണത്തിന്റെ പരിപാടിയാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നടക്കുന്നത്. മാഷ് ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു. മാഷ് കവിയായിരുന്നു, പാട്ടെഴുത്തുകാരനായിരുന്നു, തിരക്കഥാകൃത്തായിരുന്നു, സംവിധായകനായിരുന്നു, നടനായിരുന്നു, മികച്ച പത്രപ്രവർത്തകനായിരുന്നു, വലിയ സംഘാടകനായിരുന്നു. അതിലൊക്കെ ഉപരി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ സഹയാത്രികനായിരുന്നു ഒരുപാട് കാലം. മാഷ് കൊടുങ്ങല്ലൂരിലാണ് ജനിച്ചത്. കൊടുങ്ങല്ലൂര് വലിയ സാഹിത്യ കലാപാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. തിരുകൊച്ചി ആ കാലത്തുള്ള മന്ത്രിസഭയില് സാമാജികനായിരുന്ന നന്ദിലത്ത് പത്മനാഭമേനോൻ, അദ്ദേഹം അഡ്വക്കേറ്റ് ആയിരുന്നു, എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെയും അമ്മാളുവമ്മയുടെയും മകനാണ് പുല്ലൂട്ടുപാടത്ത് ഭാസ്കരൻ എന്ന പി ഭാസ്കരൻ. വീട്ടിലെ അന്തരീക്ഷമായിരിക്കാം മാഷക്ക് കവിതയോടും സാഹിത്യത്തോടും ഒക്കെ ഇത്രയും ഇഷ്ടമുണ്ടാവാനുള്ള കാരണം, അല്ലെങ്കിൽ ഇത്രയും അതിനോട് ഇത്രയും താല്പര്യം വരാനുള്ള കാരണം ഒരുപക്ഷെ ജന്മനായുള്ള പ്രത്യേകതയുമാവാം ഈ വലിയ കവിത്വത്തിനും വാഗ്മിത്വത്തിനും ഒക്കെ കാരണം. ഇതിനൊക്കെ പുറമെ മാഷ് ജനിച്ചത് കൊടുങ്ങല്ലൂരാണ്. മാഷിന്റെ വീടിന്റെ ഒരു 2 കിലോമീറ്റർ അടുത്താണ് കൊടുങ്ങല്ലൂർ കോവിലകം, കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെ. അപ്പം ചരിത്ര സംബന്ധിയായും സാംസ്കാരികമായിട്ടും കേരളത്തിന്റെ ചരിത്രത്തില് വലിയ പ്രാധാന്യമുള്ള ഒരു കച്ചവട പട്ടണമാണ് വാസ്തവത്തില് കൊടുങ്ങല്ലൂർ. അപ്പൊ ആ കൊടുങ്ങല്ലൂരിന്റെ തട്ടകത്തിൽ നിന്ന് വരുന്നയാളാണ് മാഷ് എന്നുള്ളത് തന്നെ പലതരത്തിലുള്ള സംസ്കാരങ്ങളുടെയും സമന്വയം മാസ്റ്ററുടെ എഴുത്തിലുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താം. അത് വലിയ വിഷയങ്ങളാണ്, അത് ഒരുപാട് പറയാനുള്ള വിഷയമാണ്. ഭാസ്കരൻ മാഷെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണോ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം, അല്ലെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തെ അല്ലെങ്കിൽ ചരിത്രത്തെ എങ്ങനെയൊക്കെയാണോ വലിയ വലിയ ആളുകൾ നയിച്ചിട്ടുള്ളത്, ആ വലിയ ആളുകളിൽ പെടുന്ന ഒരാളാണ് ഭാസ്കരൻ മാഷ്. അദ്ദേഹം കവിത എഴുതി, പാട്ടെഴുതി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഭാസ്കരൻ മാഷും രാഘവൻ മാസ്റ്ററും അതുപോലെ ദേവരാജൻ മാസ്റ്ററും ഒക്കെ, കുറുപ്പ് സാറ്, വയലാറ്, ഇവരൊക്കെ തന്നെ കേരളത്തിന്റെ സാംസ്കാരിക രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളുകളാണ്. മാഷ് ആകാശവാണിയിൽ ജോലി ഉണ്ടായിരുന്ന ആളാണ്. കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് പുറത്താക്കപ്പെട്ടയാളാണ്. ആകാശവാണിയിൽ എത്രയോ 2-3-4 വർഷം അദ്ദേഹം ജോലി ചെയ്യണ്ടായി. അങ്ങനെ അവിടുന്ന് അദ്ദേഹത്തെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അങ്ങനെ മദ്രാസിൽ പോയതിനു ശേഷവുമാണ് സിനിമയുമായി ബന്ധപ്പെടുന്നത്. സിനിമയില് മാഷ് പാട്ടെഴുത്ത് ആയിട്ടാണ് തുടങ്ങിയത്. ജയകേരളത്തിൽ ജോലി ചെയ്തു. അതിനിടയ്ക്ക് പാട്ടെഴുത്തുമായി ബന്ധപ്പെട്ടിട്ട് ഒരു 4 ഭാഷയിലുള്ള ഒരു സിനിമ, അപൂർവ സഹോദരர்கள் എന്ന് പറയുന്ന സിനിമയിൽ
മലയാളത്തിന്റെ വേർഷൻ മാഷാണ് എഴുതിയത്. ആ പാട്ടെഴുത്തിലാണ് മാഷ് തുടങ്ങുന്നത്. കടക്കണ്ണിൻ തലപ്പത്ത് കറങ്ങും വണ്ടേ എന്ന് പറയുന്ന ഒരു പാട്ട്. ആ പാട്ട് കഴിഞ്ഞ് പിന്നീട് സിനിമയിൽ നിന്ന് അധികമൊന്നും എഴുതിയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അധിക സമയം വൈകാതെ 1-2 പാട്ട് കഴിഞ്ഞിട്ട് നവലോകം എന്ന് പറയുന്ന സിനിമയിൽ ദക്ഷിണാമൂർത്തിയുടെ കൂടെ ഒരു പാട്ട്, കോഴിക്കോട് അബ്ദുൽ ഖാദർ പാടിയ വളരെ പ്രസിദ്ധമായ ഒരു പാട്ടാണ് മാഷെ പാട്ടെഴുത്തിന്റെ ലോകത്തിലേക്ക് നയിച്ചത്. തങ്കക്കിനാക്കൾ ഹൃദയെ വീശും വനാന്ത ചന്ദ്രികയാരോ നീ എന്നാണ് ആ പാട്ട്. കോഴിക്കോട് അബ്ദുൽ ഖാദറിനെ പോലെ വലിയൊരു പാട്ടുകാരനാണ് അത് പാടിയിട്ടുള്ളതെന്നുള്ളതും അതിന്റെ വലിയൊരു പ്രത്യേകതയാണ്. തങ്കക്കിനാക്കൾ ഹൃദയെ വീശും വനാന്ത ചന്ദ്രികയാരോ സങ്കൽപ്പത്തിൻ പൂങ്കൊടി പൂശും വസന്ത കുസുമമാരോ തങ്കക്കിനാക്കൾ ഹൃദയെ വീശും വനാന്ത ചന്ദ്രികയാരോ സങ്കൽപ്പത്തിൻ ഉളകം പൂശും വസന്ത സുമമേയാരോ. ഇതാണ് മാസ്റ്ററുടെ ഏറ്റവും പ്രസിദ്ധമായ പാട്ട്. അക്കാലത്ത് ഹിന്ദിയുടെയും തമിഴിലെയും ഒക്കെ പാട്ടുകളുടെ ട്യൂണുകളാണ് മലയാള സിനിമ ഉപയോഗിച്ചിരുന്നത്. ഇത് അങ്ങനെയല്ല, ഇതൊരു ലേശം വ്യത്യാസമുള്ള പാട്ടാണ്. ആ ദക്ഷിണാമൂർത്തി സ്വാമിയും എന്ന അത് തന്നെയാണ് ചെയ്തിരുന്നത്. മറ്റു മാർഗങ്ങളൊന്നുമില്ല. മാത്രമല്ല ഒരു പുത്തൻ വഴി തെളിഞ്ഞു വന്നിട്ടില്ല എന്നർത്ഥം. അത് കേരളത്തിന് അത്തരത്തിലുള്ള ഒരു സംഗീത പാരമ്പര്യം ഇല്ലാത്തത് തന്നെയാണ് അതിന് കാരണം. ഒരു ലളിതഗാന പാരമ്പര്യം ഇല്ലാത്തതാണ് കാരണം. അത് രൂപപ്പെടുന്നത് 1954 ഭാസ്കരൻ മാഷും രാമു കാര്യാട്ടും കൂടെ ചേർന്ന് ഒരു സിനിമ എടുക്കുന്നു, നീലക്കുയിൽ. നീലക്കുയിൽ എന്ന് പറയുന്ന സിനിമയിലെ പാട്ടോടുകൂടിയാണ് മലയാള സിനിമാ ഗാനങ്ങൾക്ക് യഥാർത്ഥ പാട്ടിന്റെ സ്വഭാവം കൈവരുന്നത്. 50-51 കാലഘട്ടത്തിൽ KPSC ഉണ്ടായ സമയത്ത് KPSCയുടെ ഒരു വർഷത്തിനൊക്കെ ശേഷം ദേവരാജൻ മാഷും ONV കുറുപ്പ് സാറും ജോയിൻ ചെയ്തിട്ട് നാടകഗാനങ്ങൾ, വ്യത്യസ്തമായ നാടകഗാനങ്ങൾ, അതായത് ലളിതഗാനത്തിന്റെ ഏറ്റവും മുന്തിയ ഒരു രൂപം ഉണ്ടാക്കുകയുണ്ടായി. പക്ഷെ അത് സിനിമയിലേക്ക് വന്നിട്ടില്ല. സിനിമയിൽ ഇത് ആരംഭിക്കുന്നത്, ഈ നവോത്ഥാനം ആരംഭിക്കുന്നത് 1954 നീലക്കുയിൽ എന്ന സിനിമയിലാണ്. നീലക്കുയിൽ എന്ന സിനിമയ്ക്ക് വേറെ ചരിത്രത്തിൽ ഒരുപാട് ഇടമുള്ള ഒരു സംഗതിയാണ്. അത് സിനിമയുടെ സ്വഭാവം മുഴുവൻ മാറ്റിയിട്ടുള്ള സിനിമയാണ്. അതുവരെ ഉണ്ടായിരുന്ന കഥാകഥനത്തിന്റെ രീതിയല്ല നീലക്കുയിലിന്റെ. അത് സത്യം പറഞ്ഞാൽ ഒരു സാമൂഹ്യ ജീവിതത്തെ കുറിച്ച് പറഞ്ഞ ആദ്യത്തെ സിനിമയാണ് എന്ന് തന്നെ പറയാം. പെർഫെക്റ്റ് ആയിട്ടുള്ള സിനിമ. അതുപോലെ അടിയാള ജീവിതത്തെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള സിനിമയാണ് നീലക്കുയിൽ. ഒരു അടിയാള ജീവിതത്തിനും അല്ലെങ്കിൽ അടിയാളന്മാർക്കും അടിയാത്തിക്കുമൊക്കെ സ്വപ്നം കാണാനും പ്രണയിക്കാനും ഒക്കെ അവകാശമുണ്ട്, അല്ലെങ്കിൽ അവർക്കൊക്കെ അത്തരത്തിലുള്ള കഴിവുകളുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തന്ന സിനിമയാണ് നീലക്കുയിൽ. അപ്പോ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സിനിമയുടെ ഭാഗമാവുന്നതോടുകൂടി മാഷ് ഒരുപാട് ഇടങ്ങളിലാണ് മാഷ് ഇടപെടുന്നത്. സംവിധാനം, അതുപോലെ തിരക്കഥയിൽ കുറച്ചു ഭാഗം തിരക്കഥയിൽ കൂടുന്നു, അതുപോലെ അഭിനയിക്കുന്നു, അതിലെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് മാസ്റ്ററായിട്ട് അഭിനയിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നീലക്കുയിലേക്ക് പോയാൽ അത് വേറൊരു സംഭവമാണ്. നീലക്കുയിലിലെ പാട്ടാണ് മലയാളി തന്റെ പാട്ടായിട്ട് കേൾക്കുന്നത്. അതിനകത്ത് കേൾവിക്കാരന് ഒരു എമ്പതിയുടെ ഒരു സംഗതി വരുന്നുണ്ട്. ഈ പാട്ട് കേൾക്കുമ്പോൾ കേൾവിക്കാരൻ അനുഭവിക്കുകയാണ്, അല്ലെങ്കിൽ ആലോചിക്കുകയാണ്, ഇത് എന്റെ പാട്ടാണല്ലോ, ഇത് എന്റെ ജീവിതമാണല്ലോ, അല്ലെങ്കിൽ ഞാൻ കേട്ട ഇണമാണല്ലോ ഇത് എന്ന് തോന്നുകയും ആ പാട്ട് ലോകം മുഴുവൻ അലയടിക്കുകയും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട്, ഏതാണ്ട് 70 കൊല്ലം കഴിഞ്ഞു, ഇന്നും എല്ലായിടത്തും വളരെ ഗൗരവമായി പാട്ട് എല്ലാവരും പാടുന്നു. റിയാലിറ്റി ഷോയിലൊക്കെ ഇഷ്ടം പോലെ വരികയാണ് പാട്ട്. അതിന് ആ പാട്ടിന്റെ പ്രത്യേകത പ്രധാനമായിട്ട് ഫോക്ലോറിന്റെ സാധ്യതകൾ ഒരുപാട് ഉപയോഗിച്ച പാട്ടാണ്. ഫോക്ലോറിന്റെ സാധ്യതകൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്.
അതിലുള്ള എല്ലാ മിക്കവാറും അതിലുള്ള 8-9 പാട്ടോളം ഉണ്ട്. അതിൽ പകുതി പാട്ടുകളും നാടോടിത്തമുള്ള ഈണങ്ങളാണ്, നാടോടിത്തമുള്ള വരികളാണ്. 2-3 പാട്ടുകൾ മാത്രമാണ് നമ്മൾ പറയുന്ന സാമ്പ്രദായികമായിട്ടുള്ള പാട്ടിൽ വരുന്നത്. ഉണരുണരു ഉണ്ണിക്കണ്ണ എന്ന് പറയുന്ന ഡോക്ടർ രേവതി പാടിയിട്ടുള്ള പാട്ടാണ് ഒരു ക്ലാസിക്കൽ ഫോമിലുള്ള പാട്ട്. ബാക്കിയെല്ലാം തന്നെ തികച്ചും നാടോടി ഈണത്തിൽ ഉള്ളതാണ്. നാടോടി ഈണത്തിലുള്ള വലിയൊരു കോറസ്, ഒരു വലിയ ഗ്രൂപ്പ് സോങ് ഉണ്ട് അതിനകത്ത്. അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പാട്ടാണ്. ആ പാട്ടിനെയൊക്കെ നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ നമ്മുടെ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സംഗീത സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ സംസ്കാരത്തിന്റെ ഒരു വലിയ രേഖയാണ് ആ പാട്ട്. മാഷെക്കുറിച്ചും രാഘവൻ മാഷെക്കുറിച്ചും എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യവും അതാണ്. രാഘവൻ മാസ്റ്റർ എന്നാൽ കേരളത്തിന്റെ സംസ്കാരമാണ് എന്ന് പറയും. അതുപോലെ തന്നെയാണ് ഭാസ്കരൻ മാഷ്. കാലമേറെ ചെല്ലുമ്പോൾ കേരളത്തിന്റെ ഭൂപ്രകൃതിയും കേരളത്തിൽ ഉണ്ടായിരുന്ന സസ്യലതാദികളും വൃക്ഷലതാദികളും കേരളത്തിലെ പുഴകളും അതുപോലെ മലകളും കുന്നുകളും ഒക്കെ മനസ്സിലാക്കാൻ മാഷ്ട പാട്ടെടുത്ത് നോക്കിയാൽ മതിയാവും. എത്ര പുത്തൻ കാലത്തേക്ക് നമ്മൾ പോകുമ്പോഴും ഒരു കാലത്തിന്റെ ഒരു പ്രദേശത്തിന്റെ ഈടുവെപ്പുകളായിട്ടുള്ള ഭൂപ്രകൃതിയും അല്ലെങ്കിൽ അവിടുത്തെ സംസ്കാരവും അവിടുത്തെ ഭാഷയുടെ പല രീതികളും അക്ഷരമാലകളും അതുപോലെ വാക്കുകളും എല്ലാം പല രീതിയിൽ പല അളവിൽ മാഷ് തന്റെ പാട്ടുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ വളരെ പ്രസിദ്ധമായ പാട്ട് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്, അത് പാടാനായിട്ട് ഗ്രാമ്യ ശബ്ദമുള്ള ഒരു പെണ്ണിനെയാണ് തെരഞ്ഞെടുത്തത്, പാട്ടുകാരിയാണ് തെരഞ്ഞെടുത്തത്. ജാനമ്മ ഡേവിഡ് ഒരു ആകാശവാണിയിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. ഒരാകെ 2 സിനിമയിലേ പാടിയിട്ടുള്ളൂ. അതിൽ ഏറ്റവും പ്രസിദ്ധമായ പാട്ട് ഈ സിനിമയിലെ 2 പാട്ടാണ്. എല്ലാരും ചൊല്ലണ എന്നുള്ളതും മറ്റേ കുയിലിനെ തേടി കുതിച്ചുപായി മാറാന്നുള്ള 2 പാട്ടാണ്. അപ്പൊ അതില് ഈ പാട്ടില് ഈ പെണ്ണ്, അതായത് നായികയായ നീലിയുടെ സ്വപ്നമാണത്. അവൾ ഒരു ഉന്നത കുലജാതനുമായി പ്രണയത്തിലാണ്. അദ്ദേഹം അധ്യാപകനാണ്. അവൾ പരിപൂർണമായിട്ട് ഇദ്ദേഹത്തെ വിശ്വസിക്കുന്നു. അദ്ദേഹം വാസ്തവത്തില് ഒരു കള്ളത്തരം കാണിക്കാനുള്ള പ്രണയമൊന്നും അല്ലാതെ, പക്ഷെ അദ്ദേഹത്തിന്റെ അന്നത്തെ സാമുദായികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് അവളെ സ്വീകരിക്കാൻ സാധിക്കാതെ വരികയും അവൾ അദ്ദേഹത്താൽ ഗർഭിണിയാവുകയും ഒറ്റപ്പെടുകയും ചെയ്യുന്നു. ഒടുവിൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അവൾ മരിക്കുകയാണ്. ആ കുഞ്ഞിനെ ആരും കയ്യേൽക്കാനില്ലാതെയാവുമ്പോൾ അതിനെ ഏറ്റെടുത്ത് വളർത്താൻ തയ്യാറാവുന്ന ത്യാഗിയായിട്ടുള്ള ഒരു പോസ്റ്റ് മാസ്റ്ററുടെ വേഷമാണ് ഭാസ്കരൻ മാഷ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയില് കോഴിക്കോട് അബ്ദുൽ ഖാദർ, ഡോക്ടർ CK രേവമ്മ, അതുപോലെ മെഹബൂബ്, പിന്നെ കോഴിക്കോട് ജാനമ്മ ഡേവിഡ്, ഈ 4 പേരാണ് ഈ സിനിമയിൽ പാടിയിട്ടുള്ളത്. ഇതില് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്നു നോക്കിയപ്പോ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ. അയ്യ എന്ന വാക്ക് ഉപയോഗിക്കുന്നിടത്ത് നാടോടിത്തത്തിന്റെ അംശം കടന്നു വരുന്നു. ആ വ്യാക്ഷേപകം നാടോടിത്തത്തിൻ്റെതാണ്. അതാണ് ആ പാട്ടിന്റെ താളഘടന. ആ പാട്ടിന്റെ ആ താളഘടനയെയാണ് രാഘവൻ മാസ്റ്റർ മറ്റൊരു ദിശയിലേക്ക് അതിനെ കൊണ്ടുപോകുന്നത്. ഭാസ്കരൻ മാസ്റ്റർ പൊതുവെയുള്ള ഉയർന്ന ജീവിതമോ അല്ലെങ്കിൽ വളരെ ഉയരത്തിലെത്തുക അല്ലെങ്കിൽ വളരെ ഉയർന്ന ജീവിത രീതികൾ ഒന്നും മാഷ് ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരാളാണ്. അത് മാഷിന്റെ പാട്ടുകളിൽ നമുക്ക് തുടർച്ചയായിട്ട് കാണാം. മണ്ണ് തൊട്ട ജീവിതമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നീലി പറയുന്നത്, എന്തിനു നോക്കണ് ചന്ദ്രാ നീ ഞങ്ങളെ, ഞാനില്ല മേപ്പോട്ട് കല്യാണ ചെക്കനുണ്ടേ എന്ന് പറയുന്നത്. ചന്ദ്ര, നീ എന്നെ അങ്ങോട്ട് നോക്കി വിളിച്ചാൽ ഞാൻ വരില്ല, എനിക്ക് പ്രിയപ്പെട്ടവൻ എന്റെ തൊട്ടടുത്തുണ്ട് എന്നാണ്. ഇതൊരു വലിയ ഒരു കോൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ഇതൊരു വലിയ ആദർശമാണ്. ആ ആദർശം മാസ്റ്ററുടെ പാട്ടിൽ കൃത്യമായിട്ടുണ്ടായിരുന്നു. സാധാരണക്കാരായ മണ്ണ് തൊട്ടു ജീവിക്കുന്ന മനുഷ്യന്മാരുടെ കഥയാണ് മാഷ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നീലക്കുയിലേക്ക് പോയാൽ നമുക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയാം. നീലക്കുയിലെ കോഴിക്കോട് അബ്ദുൽ ഖാദർ പാടിയ ഈ പ്രണയം, ഇയാൾക്ക് ഇവിടെ കയ്യേൽക്കാൻ വയ്യാത്തൊരവസ്ഥ വരുമ്പോൾ ഇയാൾക്കുണ്ടാകുന്ന വിരഹത്തെ കാണിക്കാനായിട്ട് അതിനകത്തൊരു പാട്ട്.
എങ്ങനെ നീ മറക്കും കുയിലേ എന്നൊരു പാട്ട്. ഇത് പാടിയിട്ടുള്ളത് അബ്ദുൽ ഖാദറാണ്. അത് ഈ പാട്ടിന്റെ, ഈ സിനിമയുടെ ഒരു വലിയ ഒരു താക്കോലാണ് വാസ്തവത്തിൽ ഈ പാട്ട്. പാടും പച്ച പാവാടയിട്ടപ്പോ പാവം നീ എത്ര മേലോട്ട് പൊങ്ങി. എന്തൊരു ദാഹം, എന്തൊരു മോഹം, എന്തൊരു തീരാത്ത ശോകം. എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും. ഓരോ കിനാവിൻ്റെ മാമ്പൂം തിന്ന്, ഓരോരോ മോഹത്തിൻ തേൻ പഴം തിന്ന്, ഓടിക്കളിച്ചതും പാറിപ്പറന്നതും ഒന്നായി കണ്ണീരിൽ നീന്തി തുടിച്ചതും നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും. ഇത് വളരെ നിലക്കുയിലത്ത് വളരെ ചെറിയൊരു അംശം മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ് മാഷ് ചെയ്യുന്ന 2 സിനിമയും ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട, സാമൂഹ്യമായിട്ട് ഒരുപാട് പ്രസക്തിയുള്ള സിനിമകളാണ്. രാരിച്ചൻ എന്ന പൗരൻ, അതായത് ഒരു സാധാരണ ഒരു കുട്ടിയുടെ, ഒരു പയ്യന്റെ സിറ്റിസൺഷിപ്പ്, പൗരത്വമാണ് അതിന്റെ വിഷയം ആ സിനിമയിലെ. മറ്റൊന്ന് നായരു പിടിച്ച പുലിവാൽ. കാഴ്ചയിൽ അല്ലെങ്കിൽ നമ്മൾ സിനിമയുടെ കഥ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അത് വളരെ ഒരുപാട് ഹ്യൂമറപ്പുള്ള ഒരു നാട്ടിൻ പ്രദേശത്ത് ഒരു സർക്കസ് കമ്പനി വന്നിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വളരെ ഗൗരവമുള്ള സാമൂഹ്യ വിഷയങ്ങൾ കൃത്യമായിട്ട് മാഷ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നീലിസാലി എന്ന് പറയുന്ന വേറൊരു സിനിമ, അതും ഇതുപോലൊരു പ്രണയ ചിത്രമാണ്. അതായത് 2 സമുദായക്കാർ, വ്യത്യസ്ത സമുദായക്കാർ തമ്മിലുള്ള പ്രണയം. അതില് മാഷ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. നീയല്ലാതെ ആരുണ്ട് എന്നുടെ പ്രണയപ്പുഴയിൽ ചിറകെട്ടാൻ, നീയല്ലാതെ ആരുണ്ട് എന്നുടെ കുടിലിൽ ഒരു നാൾ കുടിവെക്കാൻ എന്നൊരു പാട്ടുണ്ട്. അതില് അവിടെയാണ് നമ്മൾ ഒരു പാട്ടെഴുത്തിൽ ഒരു കഥാപാത്രത്തിന്റെ ജീവിതാവസ്ഥ ഏതാണോ, ഒരു കഥാപാത്രത്തിന്റെ ജീവിത പരിസരം എന്താണോ, ആ പരിസരത്തിനനുസരിച്ചുള്ള വാക്കുകൾ മാത്രമാണ് മാഷ് പാട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിലൊരു കാര്യം പറയുന്നുണ്ട്, പുരുഷൻ പറയുന്നതാണ്, ഇത് ഡുയറ്റാണ്, പെണ്ണും ആണും ചേർന്ന് പാടുന്ന ഒരു ഡുയറ്റാണ്, ഒരു യുഗ്മഗാനമാണ്. പറയുന്നുണ്ട്, ഞാൻ വളർത്തിയ കൽബിലെ മോഹം പോത്തുപോലെ വളർന്നല്ലോ എന്ന് പറയുന്നുണ്ട്. കാരണം സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയ സങ്കല്പം എന്ന് പറയുന്നത് പോത്താണ്. ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ജീവിത പരിസരത്തോട് നീതി പുലർത്തുകയാണ് മാസ്റ്റർ ഒരു വലിയ കഴിവും അതായിരുന്നു. മാഷ് വാസ്തവത്തിൽ എഴുത്തുകാരൻ്റെ പാട്ടെഴുത്തുകാരനായിരുന്നു, അങ്ങനെ വേണമെങ്കിൽ പറയാം. വലിയ പ്രസിദ്ധമായിട്ടുള്ള കൃതികൾ, മലയാളത്തിലെ വലിയ കൃതികൾ സിനിമയാക്കിയതിൽ പലതിലും മാഷ് പാട്ടെഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് ഉമ്മാച്ചു, ഉറൂബിൻ്റെ ഉമ്മാച്ചു. മാഷ് തന്നെയാണ് സംവിധാനം ചെയ്തത്. അതുപോലെ MT വാസുദേവൻ നായരുടെ ഇരുട്ടിൻ്റെ ആത്മാവ്, അതും മാഷ് തന്നെയാണ് സംവിധാനം ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് ഈ ഉമ്മാച്ചു എന്ന് പറയുന്ന സിനിമയ്ക്കകത്തുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത, അത് ഇതുപോലൊരു മുസ്ലിം കഥയാണ്. ഉമ്മാച്ചുവും മായനും തമ്മിലുള്ള പ്രണയവും വിവാഹ ജീവിതവും അതിൻ്റെ ശേഷമുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെയാണ്. അതിനകത്ത് 2 പാട്ട് മാഷ് ചെയ്തിട്ട്, 2 പാട്ടല്ല 6 പാട്ടുണ്ട് അതിനകത്ത്. അതിൽ 2 പാട്ട് അമുസ്ലിമുകൾ, അതായത് ഹിന്ദു ആയിട്ടുള്ള കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ്. ഒരു ഫീമെയിൽ സോങ് ഉണ്ട്, വീണക്കമ്പി തകർന്നാലെൻ്റെ വിരലിൻ തുമ്പ് മുറിഞ്ഞാലെന്തേ എന്ന് പറയുന്ന ജാനകിയമ്മയുടെ ഒരു പാട്ട്.
മറ്റൊന്ന് ഏകാന്ത പഥികൻ ഞാൻ, അതൊരല്പം ഒരു ദുഃഖഗാനാണ്. ഈ രണ്ടിൻ്റെയും ഫ്ലേവർ അല്ല ഇതിനകത്തുള്ള മറ്റ് രണ്ട് പാട്ടുകൾക്ക്. ആറ്റിനക്കരെ അക്കരെ നിൽക്കണതാരാണോ, പൂത്തു നിൽക്കണ പൂമരമോ, എന്നെ കാത്തു നിൽക്കണ പൈങ്കിളിയോ എന്നൊരു പാട്ടുണ്ട്. അല്പവിരഹഗാനമാണത്. പക്ഷേ ആ പാട്ടിൻ്റെ ഫ്ലേവറിനകത്ത് ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ചുവയുണ്ട്. അതാണ് രാഘവൻ മാസ്റ്ററുടെ എന്താ പറയുക കോമ്പോസിഷൻ്റെ സ്കില്ല് എന്ന് പറഞ്ഞാൽ. ആ പാട്ട് ഇന്നത്തെ പദപ്രയോഗം നോക്കുക. ആറ്റിനക്കരെ അക്കരെ നിൽക്കണതാരാണോ എന്നാണ്. നിൽക്കണ എന്ന് പറയുന്ന നാടൻ പ്രയോഗമാണ് അതിനകത്ത് ഭാസ്കരൻ മാഷ് പ്രയോഗിച്ചിട്ടുള്ളത്. ഞാൻ പറയാനുള്ള കാരണം, അതിൽ പറയുന്ന ഒരു വാക്ക്, അത് ഉറൂബിൻ്റെ ഉമ്മാച്ചുവിൻ്റെ ആ നോവലിൻ്റെ ഭാഷ എന്താണോ ആ ഭാഷയ്ക്ക് കൃത്യമായിട്ടുള്ള ഭാഷയാണ് മാഷ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. MTയുടെ നഗരമേ നന്ദി എന്ന് പറയുന്ന സിനിമയിൽ 2-3-4 പാട്ടുകളുണ്ട്. അതിലൊരു പാട്ട് പ്രധാനമായിട്ട്, 2 പാട്ടുകളെ കുറിച്ചാണ്, ഏറ്റവും പോപ്പുലറായ 2 പാട്ടുകളാണ്. ഒന്ന് നഗരം നഗരം മഹാസാഗരം, മറ്റൊന്ന് മഞ്ഞണിപ്പൂ നിലാവിൽ പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളറച്ചു വെച്ചു നീരാടുമ്പോൾ. മഞ്ഞണിപ്പൂ നിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളറച്ചു വെച്ചു നീരാടുമ്പോൾ എന്നുള്ളതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള പദങ്ങളെല്ലാം തന്നെ, ആ പദത്തിൻ്റെ ആ സിൻറ്റക്സ്, പദഘടന മുഴുവനും ഒരു നാട്ടിൻപുറത്തെ ഒരു പഴയ തറവാട്ടിലെ ജീവിതമാണ്. ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാറുള്ളൊരു വിരുന്നുകാരനുണ്ട്. മാസ്റ്റർ സ്ഥിരം ഒരു സാധനമാണ്. ആ വിരുന്നുകാരൻ വാസ്തവത്തിൽ പഴയ കാലത്തുള്ള മുറച്ചെറുക്കനാണ്. ആ വിരുന്നുകാരൻ അതൊരു അവിഹിതമായിട്ടുള്ള ബന്ധമൊന്നുമല്ല. പാതിരാപ്പാലകൾ തൻ വിരലിങ്കൽ പൗർണമി മോതിരം മാറിയ മലർമാസത്തിൽ. പ്രകൃതിയെയാണ് അതിനിടയ്ക്ക് കൊണ്ടുവരുന്നത്. പ്രകൃതിയാണ് ഇതിനിടയ്ക്ക് കടന്നു വരുന്നത്. പ്രകൃതിയെ ചേർത്തിട്ടാണ് പാട്ടിലേക്ക് കൊണ്ടുവരിക വളരെ മനോഹരമായിട്ട്. മുതിര കൈ വിരലുകളാൽ എന്ന അവസാന കാലത്ത് മാഷ് എഴുതിയ പാട്ടാണത്, കൃഷ്ണപരുന്ത് എന്ന് പറഞ്ഞ സിനിമയിൽ. അതിനകത്ത് ഇത് തന്നെയാണ്. മോതിര കൈ വിരലുകളാൽ പാതിരാവിൽ തൈമുല്ല മുദ്രകൾ കാട്ടി വസന്തരാത്രി കെട്ടി പൂത്താലി. മുഴുവൻ പ്രകൃതിയുടെ ബിംബങ്ങൾ വെച്ചിട്ടാണ്. വില്വാദ്രിനാഥൻ പള്ളി ഉണരുമ്പോൾ എന്നൊരു പാട്ട്, അവസാനത്തെ ലാസ്റ്റ് സിനിമയിലെ പാട്ടാണത്. വെങ്കലം എന്ന് പറയുന്ന സിനിമയിലെ പാട്ട്. 10 വെളുപ്പിനെ മുറ്റത്ത് നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്തം. ഈ മുല്ല ഇടയ്ക്കിടയ്ക്ക് കടന്നു വരുന്ന ഒരു സാധനം. അങ്ങേ വീട്ടിലെ മുത്തശ്ശി തള്ളയുടെ പല്ല് കുഴിച്ചതാരാണെന്ന് മാഷ് എഴുതിയിട്ടുണ്ട്. അത് കാറ്റ് വന്നതാണ്. കാറ്റിന് വിരളി പിടിച്ചിട്ട് മുല്ലപ്പൂ കൊഴിച്ചിടുന്നതിനെയാണ് മാഷ് പറഞ്ഞിട്ടുള്ളത്. അങ്ങേ വീട്ടിലെ മുത്തശ്ശിത്തള്ളയുടെ പല്ല് കുഴിച്ചതാരാണ്. അപ്പോൾ നമ്മളുടെ എന്താ പറയുക, സ്ഥിര വ്യവഹാര ജീവിതത്തിൽ നമ്മൾ കാണുന്ന വസ്തുക്കളെയും പ്രകൃതിയിലെ സംഗതികളെയും തമ്മിൽ ചേർത്ത് വയ്ക്കുന്ന അസാമാന്യമായിട്ടുള്ള ഒരു ശില്പബോധം, അസാമാന്യമായിട്ടുള്ളൊരു എഴുത്ത്, അത് മലയാളത്തിൽ വേറെ ഒരാളും അങ്ങനെ എഴുതിയിട്ടില്ല. കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലയ്ക്ക് ആര് കൊടുത്തു മുത്തു പതിച്ചൊരു പൂത്താലി. മുല്ല പിന്നെ എന്താ പറയുക, ഈ മറ്റേ എന്താ പറയുക, ഈ കൊന്നയ്ക്ക് പൂത്താലി കെട്ടി തട്ടാനും വന്നില്ല തങ്കമുരുക്കിയില്ല എന്നാണ് പറയണത്. കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലയ്ക്കാരു കൊടുത്തു മുത്തു പതിച്ചൊരു പൂത്താലി, സഖി മുത്തു പതിച്ചൊരു പൂത്താലി. അപ്പോ തട്ടാനും വന്നില്ല തങ്കമൊരുക്കിയില്ല. അത് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, കൊന്നത്തൈക്ക് ആരാണ് ഇങ്ങനെ ഒരു സ്വർണത്തിൻ്റെ മണിമാല കൊടുത്തത് എന്നാണ് മാഷ് ചോദിക്കുന്നത്. ഇതൊരു വല്ലാത്തൊരു സംഗതിയാണ്. കിഴക്കുദിക്കിൽ ചെന്തെങ്കിൽ കരിക്ക് പൊന്തണ നേരത്ത് മുരുക്കിന്തയ്യേ നിന്നുടെ ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ് എന്നുള്ളത് ഒരു പ്രഭാതം, അതായത്
നമ്മൾ രക്തവർണ്ണത്തിലുള്ള ഒരു പ്രഭാതം ഉണ്ടാകുമ്പോൾ, ഒരു പ്രഭാതം എന്താ പറയുക, ഒരു സൂര്യൻ ഉയർന്നു വരുമ്പോൾ ഒരു പ്രഭാതത്തിൻ്റെ തുടക്കത്തിൽ ഒരു മുരിക്കിൻ ചെടിയിൽ നിന്ന് ഊർന്നു വീഴുന്ന പൂക്കളെ ഇത്തരത്തിൽ കാണുക എന്ന് പറയുന്നത് കവിത തന്നെയാണ്. കവിതയും അദ്ദേഹത്തിൻ്റെ പാട്ടും അദ്ദേഹം എഴുതിയ കവിതയും തമ്മിൽ വളരെ ചെറിയ മാർജിനേ ഉള്ളൂ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അത് ആ കാലത്തുണ്ടായിരുന്ന 3 കവികളുടെയും പ്രത്യേകതയായിരുന്നു. പാട്ടെഴുത്തുകാർ എന്ന് പറഞ്ഞ് മാർജിനലൈസ് ചെയ്യപ്പെട്ട 3 കവികൾ: വയലാർ, ഭാസ്കരൻ മാഷ്, ONV കുറുപ്പ്. അപ്പം അങ്ങനെ മാഷെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ അങ്ങനെ അങ്ങ് പോകും പറഞ്ഞിട്ട്. ഇനി മാഷ പ്രണയഗാനത്തിൻ്റെ പ്രത്യേകതയിൽ ഒരു പാട്ടിനെ കുറിച്ച് പറയാൻ ഞാൻ ധാരാളം പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രാണസഖി ഞാൻ വെറും ഒരു പാമരനാം പാട്ടുകാരൻ. പ്രാണസഖിയിൽ നമുക്കറിയാം ആരാണ് കാമുകൻ. കാമുകൻ പാമരനായ പാട്ടുകാരനാണ്. അതുകൊണ്ട് അങ്ങേര് പറയുന്നു, നിനക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിനുള്ളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ പണിയാം. അദ്ദേഹത്തിന് ഷാജഹാനെ പോലെ വെണ്ണക്കല്ലുകൊണ്ട് താജ്മഹൽ പണിയാനുള്ള കഴിവില്ല. അദ്ദേഹത്തിന് സാധിക്കുന്നത് തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണത്. മാഷയുടെ കാമുകന്മാരും മാഷയുടെ എല്ലാ ആളുകളും അങ്ങനെയാണ്, വളരെ സാധാരണക്കാർ. പക്ഷേ അവർ ഉയർന്ന ചിന്തയുള്ളവരും വളരെ സ്നേഹമുള്ളവരും അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസുള്ള കഥാപാത്രങ്ങളാണ്. ഈ കഥാപാത്രങ്ങളെ മാഷുണ്ടാക്കുന്നതാണ്. സിനിമയിലത്തെ കഥാപാത്രത്തിനെ കൊണ്ട് പാടിക്കുമ്പോൾ, ഒരു പാട്ട് പാടിക്കുമ്പോൾ ആ കഥാപാത്രത്തെ മാഷ്ട സൃഷ്ടിയാണ് ഈ പാട്ടിലെ കഥാപാത്രം എന്ന് പറയുന്നത്. അതിനെ പിന്നെ സിനിമയിലെ പാട്ടിനോട് സിനിമയിലെ കഥാപാത്രത്തോട് ചേർക്കുകയാണ്. ഇപ്പോൾ എങ്കിലുമെന്നോമലാൾക്ക് താമസിക്കാൻ എൻ കരളിൽ, എങ്കിലുമെന്നോമലാൾക്ക് താമസിക്കാൻ എൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാൻ ഉയർത്താം. മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ, മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാൻ പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. അമ്മയെ കാണാൻ എന്ന സിനിമയിലെ പ്രണയം ഇങ്ങനെയല്ല. മധുര 17കാരി എന്നാണ് പ്രണയിനിയെ കാമുകൻ സംബോധന ചെയ്യുന്നത്. ഇവൾ എന്തിനാണ് വന്നിരിക്കുന്നത് ചോദിച്ചാൽ ഹൃദയ തറവാടിൻ്റെ ഭാഗം വാങ്ങാനാണ്. അങ്ങനെ ഒരു കൽപ്പന ഒരു പ്രണയഗാനത്തിൽ എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവളെക്കുറിച്ച് പറയാണ്, കംപ്ലൈൻ്റാണ് പറയുന്നത്. ഈ മുതലൊക്കെ അവളെടുത്തു, നിധിയായ നിധിയൊക്കെ അവളെടുത്തു. ഇതൊക്കെ പോരാത്തതിന് ഒരുപാട് കാലമായിട്ട് മനസ്സിൻ്റെ കലവറയിൽ സൂക്ഷിച്ചിരുന്ന തങ്കക്കിനാക്കളും അവളെടുത്തു എന്നാണ്. മാഷെടുത്ത മാഷയുടെ ട്രഷറിയിൽ ഏറ്റവും കൂടുതലുള്ളത് സ്വപ്നങ്ങളും ഓർമ്മകളുമാണ്. സ്വപ്നത്തെക്കുറിച്ച് ഇത്രയും അധികം പാട്ടുകൾ എഴുതിയുള്ള വേറൊരു പാട്ടെഴുത്തുകാരൻ ഒരു ഭാഷയിലും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഓർമ്മകൾ. അപ്പം ഇതിൽ മധുര 17കാരി, എൻ്റെ മധുര 17കാരി, ഹൃദയത്തറവാടിൻ ഭാഗത്തിനെത്തി മധുര 17കാരി,
മധുര പതിനേഴുകാരി എൻ്റെ മധുര പതിനേഴുകാരി നിധിയായ നിധിയാകെ നീ എടുത്തല്ലോ മുതലായ മുതലാകെ നീ എടുത്തല്ലോ നിധിയായ നിധിയാകെ നീ എടുത്തല്ലോ മുതലായ മുതലാകെ നീ എടുത്തല്ലോ കലവറ തന്നിൽ കാത്തു സൂക്ഷിച്ചൊരു കനകക്കിനാക്കളും നീ എടുത്തല്ലോ മധുര പതിനേഴുകാരി എൻ്റെ മധുര പതിനേഴുകാരി. മധുര പതിനേഴുകാരി എന്ന് പറയുന്ന സംബോധനയും മലയാള സിനിമാ ഗാനങ്ങളിൽ അതിനു മുൻപ് ഉണ്ടായിട്ടില്ല. ഓരോരുത്തർക്കും ഓരോ സംബോധന രീതികളുണ്ട്. ചക്രവർത്തിനി, പ്രേമസർവസ്വമി എന്നൊക്കെയാണ് വയലാറെങ്കിൽ, മധുര പതിനേഴുകാരി, പ്രാണസഖി എന്നൊക്കെയാണ് ഭാസ്കരൻ മാഷ്, താരകരൂപിണി എന്നാണ് തമ്പിസാറ്. അങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള എന്താ പറയുക സംബോധനാ രീതികളുണ്ട്, സല്യൂട്ടേഷൻ. അതാണ് അവരുടെ കയ്യൊപ്പ് എന്ന് പറയുന്നത്. ഒരു പ്രണയഗാനത്തെക്കുറിച്ചും കൂടി ഞാൻ പറയാം. ഇന്നലെ നീ ഒരു സുന്ദര രാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാഷ്ട ഒരു വല്ലാത്ത സൂത്രമാണത്. ഒരു രാഗത്തെ ഒരു രാഗമാണോ പ്രണയമാണോ എന്ന് നമുക്ക് തോന്നും. മറ്റൊന്നിന് ധർമ്മയോഗത്താൽ അതു താൻ അല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിൽ ആശങ്ക ഉൽപ്രേക്ഷാഖ്യായ അലങ്കൃതി. ഒരു ഉൽപ്രേക്ഷിത്വം വാക്കിൽ ഉപയോഗിക്കുന്ന ഒരു സിദ്ധിയുണ്ട് മാഷക്ക്. ഇന്നലെ നീ ഒരു സുന്ദര രാഗമായൻ പൊന്നോടക്കുടലിൽ വന്നൊളിച്ചിരുന്നു. മാമക കരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമസംഗീതമായി നീ പുറത്തു വന്നു. ഈ പ്രേമസംഗീതമായി പുറത്തു വന്നിട്ടുള്ളത് പ്രണയമാണോ രാഗമാണോ എന്നുള്ളതാണ് സംശയം. രാഗത്തിന് പ്രണയം എന്നൊരർത്ഥം കൂടിയുണ്ട്. ഇതാണ് മാഷ്ട ഒരു രീതി. മാനത്തെ മട്ടുപ്പാവിൽ താരകാ നാരിമാര ഗാനനിർജ്ജരി കേട്ടു തരിച്ചു നിന്നു. നീലമാമരങ്ങളിൽ ചാരി നിന്നിളം തെന്നൽ താളമടിക്കാൻ പോലും മറന്നുപോയി. കാരണം ഈ രാഗം പൊന്നോടക്കുടലിലൂടെ പുറത്തു വന്നപ്പോൾ താരകാ നാരിമാര് സ്തബ്ധരായി നിന്നു. താളമടിക്കാൻ കഴിയാതെ തെന്നൽ എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. പിന്നീട് അങ്ങോട്ട് ഈ രാഗം അങ്ങ് വളർന്നിട്ട് വളരെ വലുതായി തീരുകയാണ്. ഇന്നലെ ഒരു നവവാസര സ്വപ്നമായി എൻ മനോമുകുരത്തിൽ വിരുന്നു വന്നു. ഈ രാഗം തന്നെയാണ്. അവിടെ നമുക്ക് സ്പഷ്ടമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഈ രാഗം വിരുന്നു വന്നത് പ്രണയം തന്നെയാണ്. ഇതാണ് മാസ്റ്ററുടെ എഴുത്തിൻ്റെ ഒരു രീതി. ഇത് ഒരു രീതിയാണ്. ഇങ്ങനെ അനവധി രീതികളുണ്ട്. അപ്പം അങ്ങനെ ഈ കവിതയുടെ ലോകത്ത് നിന്ന്, ശരിക്കും പറഞ്ഞാൽ കവിതയുടെ ലോകത്ത് നിന്ന് പുറത്താക്കിയതാണ് വയലാറിനെയും ഇദ്ദേഹത്തെയൊക്കെ. കാരണം കവികളെ അല്ല എന്നാണ് ഇപ്പോഴും സിനിമാ ഗാനം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പൊതുവേദിയിൽ ഒരല്പം പതിത്തമുള്ളൊരു സാധനമാണ്. അതായത് നമുക്ക് എൻ്റർടൈൻ ചെയ്യാനുള്ളൊരു സാധനം മാത്രമാണ്. പലപ്പോഴും കവികൾക്ക് ഇപ്പോഴും അങ്ങനെ ഒരു സംഗതിയുണ്ട്. അത് പറഞ്ഞാൽ ഒരു പക്ഷേ കവികൾ എന്നോട് ദേഷ്യപ്പെട്ടേക്കാം. പക്ഷെ അങ്ങനെയല്ല. പലപ്പോഴും കവിതയിൽ എഴുതിയിട്ടില്ലാത്ത കൽപ്പനകൾ സിനിമാ ഗാനങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. മലയാളം എന്ന ഭാഷയിലാണ് ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള കൽപ്പനകൾ ഈ മഹാന്മാർ എഴുതി ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഞാനൊരു ടോപ്പിക്കിൽ കൂടി പറയാം. ടോപ്പിക്ക് വേറെ ഒന്നുമല്ല, കാത്തിരിപ്പ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. അതാണ് തീം. മാഷ് ഒരുപാട് കാത്തിരിപ്പുകളുണ്ട്. കാത്തിരിപ്പിനോട് ഒരു അനവധി പാട്ടുകളുണ്ട്. നമ്മളൊരു പാട്ട് പാടി തുടങ്ങിയിട്ട് പല്ലവി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ കാത്തിരിക്കുന്ന ആള്, അത് സ്ത്രീകളുടെ കാത്തിരിപ്പുണ്ട്, പുരുഷന്മാരുടെ കാത്തിരിപ്പുണ്ട്. തൻ്റെ പ്രണയിയെ കാത്തിരിക്കുകയാണ്. ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, ആരാണ് കാത്തിരിക്കുന്നത്, അവരേത് ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. മുടി മേലെ കെട്ടിവെച്ചു തുളുനാടൻ പട്ടുടുത്തു മുക്കുറ്റി ചാന്തും തൊട്ടു ഞാനിരുന്നു. കന്നിവയൽ വരമ്പത്ത് കാലൊച്ച കേട്ട നേരം കല്യാണമണി ദീപം കൊളുത്തി വെച്ചു.
എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു അത് വടക്കൻ പാട്ടിലെ ഒരു പെണ്ണാണ്. എന്നിട്ട് അടുത്ത ഘട്ടത്തിൽ അപ്പോൾ ഇവൾ കാത്തിരിക്കുന്നത് ഇവളുടെ കാമുകനെയല്ല, ഇവളുടെ കാന്തനെ തന്നെയാണ്. സംശയമൊന്നുമില്ല കാര്യത്തിൽ. ഭർത്താവിനെയാണ് കാത്തിരിക്കുന്നത്. അവള് തൂശനില മുറിച്ചു വെച്ചു, തുമ്പപ്പൂ ചോറ് വിളമ്പി, ആശിച്ച കറികളെല്ലാം ഒരുക്കി വെച്ചു. എന്നിട്ടോ ഇതൊക്കെ ആയിട്ടും, പുള്ളുകൾ ഉറങ്ങിയിട്ടും, പൂങ്കോഴി കരഞ്ഞിട്ടും കള്ളനവൻ വന്നില്ല എന്നാണ്. ആ കള്ളൻ എന്ന് വിളിക്കുന്നതിലുള്ള ഒരു പ്രണയാതുരതയുണ്ട്. അത് ആ പാട്ടിൻ്റെ വരികളിൽ ഇത്ര മനോഹരമായിട്ട് വിളക്കി ചേർക്കുക എന്ന് പറയുന്നിടത്താണ് പാട്ടെഴുത്തുകാരൻ്റെ മേന്മ എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ അടിവരയിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ബ്രാക്കറ്റിൽ നമ്മൾ ഒരാളുടെ പേരെഴുതുന്നുണ്ട്, ഇത് സംഗീതം ചെയ്തയാളുടെ. അത് മറന്നുകൊണ്ടല്ല പറയുന്നത്, അത് വേറെ വിഷയം. അപ്പോൾ മുടിമേലെ കെട്ടിവെച്ചു, തുളുനാടൻ പട്ടുടുത്തു, മുക്കുറ്റി ചാന്തും തൊട്ടു ഞാനിരുന്നു. കന്നിവയൽ വരമ്പത്ത് കാലൊച്ച കേട്ട നേരം, കന്നിവയൽ വരമ്പത്ത് കാലൊച്ച കേട്ട നേരം, കല്യാണമണി ദീപം കൊളുത്തിവെച്ചു. അഞ്ജന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി, അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു. ആരാണ് നായിക എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലായി. എന്നാൽ വേറൊരു പാട്ടിൽ മുഴുത്തിങ്കൾ മണി വിളക്കണഞ്ഞു, ക്ഷമ എൻ്റെ ഹൃദയത്തിലൊഴിഞ്ഞു, കാറ്റുവന്നു കഥകടച്ചു, കനകതാരകമൊന്നു ചിരിച്ചു. ഇതിൽ കാത്തിരിക്കുന്നത് മധുവിധുരാവിലാണ് കാത്തിരിക്കുന്നത് പെണ്ണ്. മദനൻ സിന്ദൂരരേഖയാലെ ഇന്ന് മധുവിധി രാത്രിയാണെന്ന് എഴുതി വെച്ചു. തുടിച്ചു തുടിച്ചു വരും കവിളിൽ, നാണം തുളുമ്പി തുളുമ്പി വരും ചുണ്ടിലെന്ന് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു വിവാഹത്തിൻ്റെ ആദ്യ രാത്രിയിൽ തൻ്റെ പ്രിയപ്പെട്ടവനെ കാത്തിരിക്കുന്ന ഒരു പെണ്ണാണിത് എന്ന്. മലർ മണം മാഞ്ഞല്ലോ, മറ്റുള്ളവർ പോയല്ലോ, മമ സഖി നീ എന്ന് വന്നു ചേരുമെന്ന് ചോദിക്കുമ്പോൾ മണിയറയിൽ കാത്തിരിക്കുന്ന ഒരു പുരുഷനെയാണ് നമ്മൾ കാണുക തന്നെയാണ്. ഒരു ചിത്രമാണ് വരച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വാഗ്മയ ചിത്രങ്ങൾ കൊണ്ടാണ് മാഷ് മനോഹരങ്ങളായിട്ടുള്ള അനവധി പാട്ടുകൾ ചെയ്തിട്ടുള്ളത്. ഒരൊറ്റ പാട്ട് കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് ഒരുപാട് ഏരിയയുണ്ട്. മാപ്പിളപ്പാട്ടിൻ്റെ ഏരിയയുണ്ട്, ഫോക്ക് സോങ്സിൻ്റെ ഏരിയയുണ്ട്, അതുപോലെ കുട്ടികളുടെ പാട്ടുകൾ, പിന്നെ എന്താ പറയുക, പല രീതിയിലുള്ള പ്രണയഗാനങ്ങൾ, അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഇവിടെ ഒരു എന്താ പറയുക, ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് മതത്തിന് അതീതമായ പ്രാർത്ഥനയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. താമരക്കുമ്പിളല്ലോ മമ ഹൃദയം. നമുക്ക് ഏത് മതക്കാരനും അത് ഉപയോഗിക്കാം. മതം അത്തരത്തിലുള്ള പ്രാർത്ഥനകളെ ഒരിക്കലും വിലക്കുന്നില്ല. വേറെ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റാണ് ഇതൊക്കെ വിലക്കുന്നത്. അതിനകത്ത് ഒരൊറ്റ ഒരു ചരണമുണ്ട്. താമരക്കുമ്പിളല്ലോ മമ ഹൃദയം, അതിൽ താതാ നിൻ സംഗീത മധുപകരു. എങ്ങനെ എടുക്കും ഞാൻ, എങ്ങനെ ഒഴുക്കും ഞാൻ, എങ്ങനെ എടുക്കും ഞാൻ,
എങ്ങനെ ഒഴുക്കും ഞാൻ, എങ്ങനെ നിന്നാജ്ഞ നിറവേറ്റും ദേവാ ദേവാ ദേവാ. താമരക്കുമ്പിലല്ലോ മമ ഹൃദയം, അതിൽ താതാ നിൻ സംഗീത മധുപകരൂ. ഇങ്ങനെ മാഷെക്കുറിച്ച് പറഞ്ഞു പോവുകയാണെങ്കിൽ മണിക്കൂറുകൾ നമുക്ക് പറയാം. കാരണം ഒരു അതായത് മുസ്ലിം അല്ലാത്ത ഒരാൾ, ഒരു ഹിന്ദു ആയിട്ടുള്ള ആൾ, ക്രിസ്ത്യൻ അല്ലാത്ത ഒരു ഹിന്ദുവായ ആള്, ഈ രണ്ടുപേരെയും ഞാൻ പറയുന്നത്, ആദ്യത്തെ ആള് ഭാസ്കരൻ മാഷും, രണ്ടാമത്തത് വയലാറുമാണ്. മലയാള സിനിമയുടെ ഗാനചരിത്രം നിങ്ങൾ എടുത്തു നോക്കുക. മുസ്ലിം ആയിട്ടുള്ള ആള് മുസ്ലിം ഭക്തിഗാനം എഴുതി സിനിമയ്ക്ക് വേണ്ടി എഴുതിയത് കുറവാണ്. യൂസഫ് സാറാണ് കുറെ പാട്ടുകൾ എഴുതിയിട്ടുള്ളത്. അതുപോലെ ക്രിസ്ത്യൻ ആയിട്ടുള്ള ആള് ക്രിസ്ത്യൻ ഭക്തിഗാനം എഴുതിയിട്ടുള്ളത് കുറവാണ്. അത് ഏതൊരു മതക്കാരനും ഇതാരാണെന്ന് തിരിച്ചറിയാതെ, ഒരുപാട് കഥകളുണ്ട് അതിൻ്റെ പിന്നിൽ, അതൊന്നും ഞാൻ പറയുന്നില്ല. ആരാണെന്ന് തിരിച്ചറിയാത്ത വിധത്തിലാണ് പാട്ടുകൾ എഴുതി വെച്ചിട്ടുള്ളത്. അതിലത്തെ ഒരു അവസാനത്തെ ഒരു പാട്ട് രണ്ടുപേരെയും കൂടെ പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ഇങ്ങനെ ഭാസ്കരൻ മാഷ് എന്ന മഹാമനീഷിയെക്കുറിച്ച് കുറച്ച് സമയം സംസാരിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഇന്നു മുന്നിലിരിക്കും ഈ അന്നം നിന്റെ സമ്മാനമല്ലയോ, ഇന്നു ഞങ്ങൾ തൻ പാനപാത്രത്തിൽ നിന്റെ കാരുണ്യ ജീവനം എന്ന് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ചിത്രം, ആ പാട്ടിലുണ്ട്. ഇത് അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന സിനിമയിൽ ബാബുരാജ് സംഗീതം നൽകിയ എസ് ജാനകിയും വസന്തയും പാടിയ പാട്ടാണ്. ഇന്നു മുന്നിലിരിക്കുമീ അന്നം നിന്റെ സമ്മാനമല്ലയോ, ഇന്നു മുന്നിലിരിക്കുമീ അന്നം നിന്റെ സമ്മാനമല്ലയോ, ഇന്നു ഞങ്ങൾ തൻ പാനപാത്രത്തിൽ നിന്റെ കാരുണ്യ ജീവനം പാവനനാ ആട്ടിടയ പാത കാട്ടുക നാഥ, പാവങ്ങൾ ഞങ്ങൾ ആശ്വസിക്കട്ടെ ദേവൻ തിരു സന്നിധിയിൽ. എല്ലാവർക്കും നമസ്കാരം.